സുതനേശു മഹേശൻ കണ്ടാനീ നാൾ കുഷ്ഠം പേറും ആദാം സൂതനേ മനസ്സലിവോടെ വലതു കരത്താൽ തൊട്ടാനവനേ സൗഖ്യതനേശു കുഷ്ഠം നീക്കി സഭയോടു ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നോമ്പ് തുടങ്ങിയിട്ട് 7-ാമത്തെ ദിവസം, ഗർഭോ ഞായർ. യേശുക്രിസ്തു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന ഞായർ. നമ്മൾ പലപ്പോഴും വളരെ ലാഘവത്തോടെ വായിച്ചു പോകുന്ന ഒരു വേദഭാഗമാണ് ഇന്നത്തേത്. കാരണം യഹൂദ മതത്തിലെ കുഷ്ഠരോഗിയെക്കുറിച്ചോ കുഷ്ഠരോഗിയുടെ അവസ്ഥയെക്കുറിച്ചോ നമുക്ക് അറിയില്ല. അത് മനസ്സിലാക്കുമ്പോഴാണ് യേശു ക്രിസ്തു നൽകുന്ന ഈ സൗഖ്യദാനത്തിൻ്റെ അർത്ഥതലങ്ങൾ എത്രമാത്രം വലുതാണ് എന്ന് നാം മനസ്സിലാക്കുന്നത്. യേശു ക്രിസ്തു ജീവിച്ചിരുന്ന മതത്തിൻ്റെ ആ നാടിൻ്റെ നിയമമനുസരിച്ച് കുഷ്ഠരോഗി വലിയ പാപിയാണ്. അതുകൊണ്ട് തന്നെ കുഷ്ഠരോഗിക്ക് ദേവാലയത്തിൽ പ്രവേശിക്കുവാനോ നഗരത്തിൽ ജനങ്ങളോടൊത്ത് ഇടപെടുവാനോ സാധ്യമായിരുന്നില്ല. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ചുണ്ടിൽ ഒരു ആവരണം പുരട്ടി ഞാൻ അശുദ്ധൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് നടക്കണം. കുഷ്ഠരോഗി അശുദ്ധനായതിനാൽ അവനെ തൊടുവാൻ ആർക്കും അധികാരമില്ല. തൊടുന്നവനും അശുദ്ധനെന്നായിരുന്നു ആ നാടിൻ്റെ നിയമം. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് 6 അടി അകലം ഓരോ കുഷ്ഠരോഗിയും പാലിച്ചിരിക്കണമായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനോട് കുഷ്ഠരോഗി പറയുന്നത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാകാൻ പറ്റുമെന്ന്. 6 അടി ദൂരത്ത് നിൽക്കുന്ന 2 വ്യക്തികൾ തമ്മിലുള്ള സംവേദന മാർഗം വാക്കുമാത്രമാണ്. അവിടെയാണ് യേശു ക്രിസ്തു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയത്. അവൻ്റെ ശരീരത്തിന് മാത്രമല്ല, മനസ്സിൻ്റെ കൂടി കുഷ്ഠം മാറ്റപ്പെടുകയാണ്. ഇനി നമുക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിലേക്കൊന്ന് ചിന്തിക്കാം. രോഗികളുടെയും മാറ്റി നിർത്തപ്പെട്ടവരുടെയും അവഗണിക്കപ്പെട്ടവരുടെയും ഒറ്റപ്പെടുത്തുന്നവരുടെയും ഒക്കെ ഒരു പ്രതിനിധിയാണ് ഈ കുഷ്ഠരോഗി. നമുക്ക് ചുറ്റിലും അനേകതരം രോഗികളുണ്ട്. ചെറുതും വലുതുമായ പലതരം രോഗികൾ. വർഗത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ, കഴിവില്ലായ്മയുടെ പേരിൽ പാപികളെന്ന് മുദ്രകുത്തി മാറ്റി നിർത്തപ്പെട്ടവർ, അവഗണിക്കപ്പെട്ടവർ, ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, ഇവരെല്ലാം ആ കുഷ്ഠരോഗിയാണ് പ്രതിനിധീകരിക്കപ്പെടുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇവരോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? അവർക്ക് എത്രമാത്രം പണം നൽകിയാലും, ആഹാരം കൊടുത്താലും, വസ്ത്രങ്ങൾ വാങ്ങി നൽകിയാലും അവരുടെ മനസ്സിനേറ്റ മുറിവുകളെ അത് ഉണക്കുന്നില്ല. അതിന് യേശുക്രിസ്തു ചെയ്തതുപോലെ വിശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായം 3-ാമത്തെ തിരുവചനം, യേശു കൈ നീട്ടി അവനെ തൊട്ടു. മാറ്റി നിർത്തപ്പെട്ടവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒന്ന് തൊട്ടു നോക്കി
നമ്മളോട് കൂടെ നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. നാം ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. അവഗണിക്കപ്പെട്ടവരെ, മാറ്റി നിർത്തിയവരെ നമുക്ക് കൂടെ കൂട്ടാം. സാരമില്ല, ഞാനുമുണ്ട് കൂടെയെന്ന് നമുക്കൊന്ന് പറയുവാൻ സാധിക്കണം. ക്രിസ്തു പറഞ്ഞതുപോലെ കണ്ണുള്ളവൻ കാണട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആമേൻ.